ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രാവിലെ ഞാൻ പാർക്കിൽ നടക്കാൻ പോയപ്പോൾ നെല്ലിമരത്തിൻ്റെ താഴെ രണ്ട് സ്ത്രീകൾ പൂജ ചെയ്യണം കണ്ടു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇന്ന് എന്താണ് പ്രത്യേകത എന്ന്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇന്ന് ആംലക്കി ഏകാദശി പൂജയാണ്. അതായത് നെല്ലിമരത്തിന് പൂജ ചെയ്യുന്ന ദിവസമാണ് ആംല പൂജ. ഇത് ഏകാദശി ദിവസത്തിലാണ് ഈ പൂജ ചെയ്യുന്നത്. ഞാൻ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇതെന്താണ് പ്രത്യേകത എന്താണെന്ന്. അപ്പം അവർ പറഞ്ഞത് ഇത് ആംല പൂജ എന്നത് വിശുദ്ധമായ നെല്ലിമരത്തെ ആരാധിക്കുന്ന ഒരു ആചാരമാണ്. ഈ മരത്തിൽ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇത് ഏകാദശി വരണത് ഫാൽഗുണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി, അതായത് സാധാരണ ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് വരുന്നത്. ഹോളിക്ക് മുമ്പായിട്ടാണ് ഈ ഏകാദശി വരുന്നത്. ഇതിന് ആവശ്യമായ സാമഗ്രികൾ വെള്ളം, മഞ്ഞൾ, കുങ്കുമം, ചന്ദനം, പൂക്കൾ മഞ്ഞ പൂവാണ് അവർ പറഞ്ഞത് എന്നോട്, മഞ്ഞ പൂവാണ് സമർപ്പിക്കണമെന്ന്. പിന്നെ ദീപം, പിന്നെ നെല്ലിക്ക, പിന്നെ പഴങ്ങൾ, ഇതൊക്കെയാണ് സമർപ്പിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, അവരാദ്യം മരത്തിന് അഭിഷേകം, വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചന്ദനവും കുങ്കുമവും അർപ്പിക്കും. പിന്നെ പൂക്കൾ വെച്ചിട്ട് പൂക്കൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ദീപം കൊളുത്തും. ദീപം കൊളുത്തി പിന്നെ 7 അല്ലെങ്കിൽ 11 പ്രദക്ഷിണം നടത്തും അവർ. പിന്നെ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കും അവർ. ഓം നമോ ഭഗവതി വാസുദേവായ പറഞ്ഞിട്ട് പിന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലും. അവിടെ ഇരുന്ന് ആൻറ്റി, വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഒരു ആൻറ്റി വിഷ്ണു സഹസ്രനാമം ചൊല്ലണത്. പിന്നെ ഈ ദിവസം ഉപവാസമായിരിക്കും അവർ. അരി അതൊക്കെ ഒഴിവാക്കി, ചിലർ പഴം, പാൽ, നെയ്യ് അതൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെയുള്ള ഉപവാസവും ഈ ദിവസം അവർ ചെയ്യാറുണ്ട്. ആംല പൂജ ചെയ്യുന്നത് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തിനായും പിന്നെ ആരോഗ്യത്തിനായി. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളുടെ ആയുർവേദത്തിൽ നെല്ലിക്ക ഏറെ പ്രാധാന്യമുള്ള ഫലമാണ്. ഇപ്പം ദീർഘായുസിന്, നല്ല ആരോഗ്യസ്ഥിതിക്ക്, പിന്നെ ഐശ്വര്യവും കുടുംബക്ഷേമവും സമ്പത്ത് വർദ്ധിക്കാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാനും ഒക്കെയാണ് ഈ പൂജ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവർ മഞ്ഞ ചരട് അല്ലെങ്കിൽ ചുമന്ന ചരട് വെച്ച് മരത്തിൽ കെട്ടുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, കുറേ പേര് മരത്തിൽ കെട്ടി വെച്ചൊക്കെയുണ്ട്. 7 അല്ലെങ്കിൽ 11 പ്രദക്ഷിണമാണ്. ഇതാണ് ആംല പൂജയുടെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.